എനിക്ക് സംസാരിക്കുവാനുള്ളത് ഈ കുട്ടികളുടെ രക്ഷിതാക്കളോടാണ്. കാരണം നിങ്ങൾ ഈ ലോകത്ത് വലിയ ഭാഗ്യം സിദ്ധിച്ചവർ തന്നെയാണ്. രക്ഷിതാക്കൾ മനസ്സിലാക്കേണ്ടത് ഈ കാണുന്ന കുട്ടികൾ ഒരിക്കലും അവർക്ക് കഴിവില്ലാത്ത കുട്ടികളല്ല. അവർക്ക് ഒരുപാട് കഴിവുകളുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. പക്ഷേ കാണുമ്പോൾ നമ്മെ പോലെ ആയിരിക്കില്ല അവർ. നമുക്കുണ്ടായ കഴിവുകൾ അവർക്കുണ്ടായിക്കൊള്ളണമെന്നില്ല. പക്ഷേ നമുക്കില്ലാത്ത ഒരുപാട് കഴിവുകൾ അവരിലുണ്ട്. നമ്മൾ ചെയ്യേണ്ടത് അവരിൽ എന്താണോ ഉള്ള കഴിവുകൾ, ആ കഴിവുകളെ നമ്മൾ കണ്ടെത്തുക. എന്നിട്ട് നമ്മൾ ആ കഴിവിനെ പരിപോഷിപ്പിച്ചുകൊണ്ട് അവരെ ഉന്നതിയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് തീർച്ചയായിട്ടും രക്ഷിതാക്കളായ നിങ്ങളുടെ ചുമതലയും കടപ്പാടും കർത്തവ്യവും. അതോടൊപ്പം ഈ സ്കൂളിലെ ടീച്ചേഴ്സും രക്ഷിതാക്കളോടൊപ്പം കൈകോർത്ത് നിന്നാൽ തീർച്ചയായിട്ടും ഒരുപാട് അത്ഭുതങ്ങൾ നമ്മുടെ സ്കൂളിൽ സംഭവിക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല. രക്ഷിതാക്കൾ, അധ്യാപകന്മാർ ഒരു നാണയത്തിന്റെ രണ്ട് വശങ്ങളാണ്, രണ്ട് മുഖങ്ങളാണ്. തീർച്ചയായിട്ടും ഈ കുട്ടികളെ ഉന്നതിയിലെത്തിക്കുവാൻ അധ്യാപകരോടൊപ്പം രക്ഷിതാക്കളും ഉണ്ടായാൽ തീർച്ചയായിട്ടും സാധിക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല. പ്രിയപ്പെട്ടവരെ, ഞാൻ രക്ഷിതാക്കളോട് ചെറിയൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത്, എന്നെ കുറിച്ച് പറയുമ്പോഴൊക്കെയും എൻ്റെ മനസ്സ് വല്ലാതെ വേദനിക്കുകയായിരുന്നു. അത്രയൊക്കെ പറയാൻ ഞാനില്ലല്ലോ. അങ്ങനെ ഒരാൾ ഇരുന്നുകൊണ്ട് അത് കേൾക്കുന്നതും ഇരുത്തിക്കൊണ്ടങ്ങനെ പറയുന്നതും അത്ര ശരിയാണോ എന്ന് എൻ്റെ മനസ്സ് വല്ലാതെ പിടയുകയായിരുന്നു. പക്ഷേ അപ്പോഴേക്കും ഞാൻ ഓർത്തുപോയത്, ഇങ്ങനെ ഒരു സ്ഥാപനത്തെ സഹായിക്കുക എന്നുള്ളത് വലിയ കാര്യമാണ്. നിങ്ങൾക്കറിയുമോ, എനിക്കും ഒരു മകനുണ്ട്. ആ മകന് ഒരു ദിവസം പനി വന്നാൽ, അല്ലെങ്കിൽ ചെറിയൊരു അസ്വസ്ഥത വന്നാൽ, ഞാൻ പക്ഷേ അധികവും യാത്ര ചെയ്യുന്ന ഒരാളായതുകൊണ്ട് എയർപോർട്ടിൽ എമിഗ്രേഷൻ കഴിഞ്ഞാൽ ഉടനെ ഞാൻ വീട്ടിൽ വിളിച്ച് മോനോട് അല്ലെങ്കിൽ വീട്ടുകാരോട് ചോദിക്കുന്നത് എന്താണ് അവരുടെ അവസ്ഥ എന്നുള്ളതാണ്. പക്ഷേ നിങ്ങൾ കുറച്ച് മക്കളുടെ കാര്യത്തിൽ വിഷമവും പ്രയാസവും അനുഭവിക്കുന്നു എന്നുള്ളത് ഒരു നഗ്നസത്യമാണ്. ഞാനൊരു മതവിശ്വാസി എന്നുള്ള നിലക്ക് എനിക്ക് രക്ഷിതാക്കളോട് പറയുവാനുള്ളത്, അള്ളാഹുവിന്റെ ദൈവം തന്നെ ആരെയാണോ കൂടുതൽ ഇഷ്ടം അവനെ ദൈവം അള്ളാഹു പരീക്ഷിച്ചു കൊണ്ടേ ഇരിക്കും എന്നുള്ളതാണ്. നമ്മൾ വിചാരിക്കേണ്ട, നമുക്ക് പ്രയാസമുണ്ടാകുമ്പോൾ ദൈവത്തിന് നമ്മളോട് സ്നേഹമില്ലാത്തത് കൊണ്ട്, ഇഷ്ടമില്ലാത്തത് കൊണ്ടാണ് നമ്മൾക്ക് പ്രയാസവും വിഷമവും നേരിടേണ്ടി വരിക എന്നുള്ളത്. മുഅ്മിനായ ഒരു മനുഷ്യന്, മുഅ്മിൻ എന്ന് വെച്ചാൽ സത്യവിശ്വാസിയായ ഒരു മനുഷ്യന്, അവന്റെ ജീവിതത്തിൽ നിറയെ പ്രയാസവും പ്രതിസന്ധിയും പ്രതിബദ്ധതകളും നേരിടേണ്ടി വരും എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അത് നമ്മൾ ആ രീതിയിൽ തന്നെ അതിനെ ഉൾക്കൊള്ളാൻ സാധിക്കണം. രക്ഷിതാക്കളായ നിങ്ങളെയും ഇതിനെ പഠിപ്പിക്കുന്ന അധ്യാപകന്മാരെയുമാണ്. നമ്മൾ ഒരു ദിവസം വന്നാൽ ഇനി അറിയില്ല നമുക്ക് വരാൻ സാധിക്കുമോ, ഇനി വരുമോ ഒന്നും പറയാൻ സാധിക്കില്ല. കാരണം ഇനി അല്ലെങ്കിൽ തന്നെ ഒരു ദിവസം വന്നതുകൊണ്ട് നമ്മൾ അങ്ങനെ ഒരു അംഗീകാരത്തിനോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ആദരവിനൊന്നും അർഹരാകുന്നുമില്ല. ദൈനംദിനം പ്രവർത്തിക്കുന്ന ഇതിന്റെ ഭാഗമാക്കാവുന്ന രക്ഷിതാക്കളും അധ്യാപകന്മാരും ഇതിന്റെ ഉദ്യോഗസ്ഥന്മാർ, ഇതിന്റെ ജനപ്രതിനിധികളായ പഞ്ചായത്തിലെ ഉത്തരവാദിത്തപ്പെട്ട അവരെയാണ് നമ്മൾ ആദരിക്കേണ്ടത്. അവരെ കുറിച്ചാണ് നമ്മൾ വാഴ്ത്തി പറയേണ്ടത്. ഞാൻ രക്ഷിതാക്കളെ നിങ്ങളോടൊരു കാര്യം പറയാം.
നമ്മളൊക്കെയും ഫുട്ബോൾ വേൾഡ് കപ്പ് ഖത്തറിൽ നടന്നു. ആ വേൾഡ് കപ്പ് കുട്ടികൾക്ക് ഫുട്ബോൾ ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. അല്ലെങ്കിൽ നിങ്ങൾ രക്ഷിതാക്കൾ മനസ്സിലാക്കുക, ലോകത്തെ ഏറ്റവും വലിയ ഇതുവരെ നടന്നതിൽ ഏറ്റവും വലിയ ഒരു കായിക മാമാങ്കമായിരുന്നു ഖത്തർ വേൾഡ് കപ്പ്. ഞാൻ സംസാരിക്കുന്നത് രക്ഷിതാക്കളോടാണ്. രക്ഷിതാക്കൾ ശ്രദ്ധിച്ച് കേൾക്കുക. ആ വേൾഡ് കപ്പിൽ 2 ചീഫ് ഗസ്റ്റ് ഉണ്ടായിരുന്നു. ഹോപ്പ് മാൻ എന്ന് പറയുന്ന ഒരു ചീഫ് ഗസ്റ്റ്. അദ്ദേഹത്തിന്റെ പ്രത്യേകത, ലോകത്തെ ഏറ്റവും ഉയരം കൂടിയ ഒരു മനുഷ്യൻ. തൊട്ടടുത്ത് മോനി എന്ന് പറയുന്ന മറ്റൊരു ചീഫ് ഗസ്റ്റ് ഉണ്ടായിരുന്നു. ആ മോനി എന്ന് പറയുന്ന ചീഫ് ഗസ്റ്റ് അവിടെ എത്താനുണ്ടായ കാരണം, അദ്ദേഹത്തിന് അരയ്ക്ക് താഴെ കറന്നുപോയി ചെറുപ്പം മുതലേ കാലിന് സ്വാധീനമില്ലാത്ത, അരയ്ക്ക് താഴെ സ്വാധീനമില്ലാത്ത ഒരു വ്യക്തിയായിരുന്നു മോനി. ആ മോനിയെ ചീഫ് ഗസ്റ്റായി ലോകത്ത് ഏറ്റവും വലിയ ഫുട്ബോൾ മാമാങ്കം അല്ലെങ്കിൽ വേൾഡ് കപ്പിലേക്ക് ഗസ്റ്റായി ക്ഷണിക്കാനുണ്ടായ കാരണം, ഇത്രയേറെ പരിമിതികളും ഉണ്ടായ ആ മോനി ജനിക്കുമ്പോൾ തന്നെ കാലിന്റെയും അരയ്ക്ക് താഴെ സ്വാധീനം നഷ്ടപ്പെട്ട മോനി പഠിച്ച് വലുതായി ലോകത്ത് അറിയപ്പെടുന്ന വലിയ പണ്ഡിതനായി മാറുക മാത്രമല്ല, 7 സ്പോർട്സ് കാറും അദ്ദേഹം ഓടിച്ചു പോകുന്നുണ്ട്. എത്ര മണിക്കൂർ വേണമെങ്കിലും ഡ്രൈവിംഗ് ചെയ്യുന്നുണ്ട്. അദ്ദേഹം 100 ഏക്കർ സ്ഥലത്ത് സ്വന്തമായി ഒരു ഫാം അദ്ദേഹം ഉണ്ടാക്കിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ബയോഗ്രഫി എത്താൻ വേണ്ടി ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടു. എൻ്റെ വീട്ടിൽ നിങ്ങൾക്ക് എന്ത് സമ്പത്തുണ്ട് എന്ന് ചോദിച്ചാൽ ഞാൻ അവരോട് പറയാറുള്ളത് എൻ്റെ ആകെ സമ്പത്ത് കുറച്ച് പുസ്തകമാണെന്നാണ്. തീർത്തും പറയട്ടെ രക്ഷിതാക്കളെ, അങ്ങനെ ഒരു സമ്പത്ത് ജീവിതത്തിൽ ഉണ്ടാക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. അതിനോട് എനിക്ക് താല്പര്യവുമില്ല. ജീവിക്കാൻ അത്യാവശ്യത്തിന് വേണം എന്നല്ലാതെ നമ്മൾ നമ്മുടെ മക്കൾക്ക്, എൻ്റെ മകനാണെങ്കിലും ആർക്കാണെങ്കിലും, നമ്മൾ അവർക്ക് കൂടുതൽ സമ്പത്ത് ഉണ്ടാക്കി കൊടുത്താൽ അവർ സമ്പത്തിനെ നശിപ്പിക്കുക മാത്രമല്ല, അവരും കൂടി നശിപ്പിക്കും. അവരെ ചിട്ടയോടെ വളർത്തിയില്ലെങ്കിൽ, അവർക്ക് വിദ്യാഭ്യാസം നൽകിയില്ലെങ്കിൽ, മതവും ഭൗതികവും അവരെ പഠിപ്പിച്ചില്ലെങ്കിൽ, നമുക്ക് മക്കൾ അനുഗ്രഹത്തെക്കാൾ വലിയ ശാപമായി തീരും. അതുകൊണ്ട് തന്നെ ഞാൻ ചിന്തിക്കാറുള്ളത്, എൻ്റെ മകനെ നന്നായി പഠിപ്പിക്കണം, നന്നായി വിദ്യാഭ്യാസം നൽകണം, മതവും ഭൗതികവും അവനെ പഠിപ്പിക്കണം. അവനെ ഒരു ബിസിനസ്സുകാരനാക്കുക എന്നല്ല എൻ്റെ ലക്ഷ്യം. സമൂഹത്തിന് സേവനം ചെയ്യുന്ന ഒരു പബ്ലിക് സർവൻറ് തീർച്ചയായിട്ടും അവനിൽ ഉണ്ടാവണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അള്ളാഹു അനുഗ്രഹിച്ചാൽ അങ്ങനെ ആവുമെന്ന് വിചാരിക്കാം. നമുക്കറിയില്ല. മാൻ പ്രപ്പോസ്, ഗോഡ് ഡിസ്പോസ്. അള്ളാഹ് എല്ലാം തീരുമാനിക്കുന്ന ദൈവമാണ് എന്ന ഇംഗ്ലീഷിൽ പഴഞ്ചൊല്ലുള്ളത് പോലെ നമ്മളല്ലല്ലോ തീരുമാനിക്കുന്നത്. ഞാൻ ഈ പറയുന്നത്, നമ്മുടെ മക്കൾക്ക് നമ്മൾ വിദ്യാഭ്യാസം നൽകണം, ഭൗതികമായ വിദ്യാഭ്യാസം നൽകണം, മതപരമായ വിദ്യാഭ്യാസം നൽകണം. നമ്മൾ മുതിർന്നവരോട് എങ്ങനെ സംസാരിക്കണമെന്നും മുതിർന്നവരോട് എങ്ങനെ പെരുമാറണമെന്നും, ഒരു ഷോപ്പിൽ പോയാൽ എങ്ങനെയാണ് സാധനം വാങ്ങേണ്ടതെന്നും, ഒരു ഹോസ്പിറ്റലിൽ പോയാൽ എങ്ങനെയാണ് അച്ചടക്കം പാലിക്കേണ്ടതെന്നൊക്കെ നമ്മൾ കുട്ടികളെ പഠിപ്പിക്കണം. ഈ വീട്ടിൽ വരുന്ന കുട്ടികളുടെ രക്ഷിതാക്കൾക്ക് വേറെ കുട്ടികൾ ഉണ്ടാകുമല്ലോ. അവരെയാണെങ്കിലും നിങ്ങൾ വളർത്തേണ്ടത് ആ രീതിയിലാണ്. ഞാൻ നിങ്ങളെ അഭിനന്ദിക്കുന്നത്, നിങ്ങളുടെ ജീവിതത്തിന്റെ നല്ല സമയം ഈ കുട്ടികൾക്കായി നിങ്ങൾ മാറ്റിവെക്കുന്നു എന്നുള്ളതാണ്. അത് ചെറിയ കാര്യമല്ല രക്ഷിതാക്കളെ നിങ്ങൾ ചെയ്യുന്നത്. പക്ഷേ ഈ കുട്ടികൾ നാളെ എവിടെയോ ഉയരങ്ങളിൽ എത്താൻ അവർക്ക് കഴിവുണ്ട്. ആ കഴിവിനെ നിങ്ങൾ കണ്ടെത്തണം. ഇവർ വയ്യാത്ത കുട്ടികളാണെന്ന് പറഞ്ഞ് ഇവരെ പുറന്തള്ളരുത്. ഇവരോട് നിങ്ങൾ സഹതാപത്തോടെ കാണരുത്. സഹതാപമല്ല ഇവർക്ക് നിങ്ങൾ നൽകേണ്ടത്. ഇവർക്ക് നിങ്ങൾ നൽകേണ്ടത് ധൈര്യമാണ്, പ്രചോദനമാണ്. ഇവർക്ക് നൽകേണ്ടത് നിങ്ങൾ ആത്മധൈര്യമാണ്. ധൈര്യം മാത്രം പോരാ, ആത്മധൈര്യം ഈ കുട്ടികൾക്ക് നിങ്ങൾ നൽകണം. ഈ കുട്ടികളോട് നിങ്ങൾ അരുതെന്ന് പറയുന്നത് ഒരിക്കലും പറയരുത്. അതരുത്, അരുത് എന്ന്. ഒരുപക്ഷെ ഈ കുട്ടികൾ കളിക്കാൻ പോകുമ്പോൾ നിങ്ങൾക്ക് പ്രയാസമുണ്ടാകും.
വീണുപോയാലോ അപ്പോൾ ഈ കുട്ടികൾ നിങ്ങൾ ചീത്ത പറയും. നിങ്ങൾ ചെയ്യേണ്ടത് മോനെ നമുക്ക് ഒന്നിച്ചു പോകാം എന്ന് പറഞ്ഞ് കുട്ടികൾ നിങ്ങൾ നടന്നുകൊണ്ട് പോകണം. മോനെ ഞാൻ ഉണ്ടാകുമ്പോൾ നടന്നു പോയാൽ പിടിക്കാം, ഞാൻ ഇല്ലാത്തപ്പോൾ ഓടരുത്, വീണുപോകുമെന്ന് പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് കുട്ടികളുടെ മനസ്സിനോട് രക്ഷിതാക്കളെ നിങ്ങൾ സമ്മതിക്കാൻ നിങ്ങൾക്ക് കഴിയണം. വലിയ ഘടകമാണ്. അതുകൊണ്ട് ഈ കുട്ടികളുടെ കാര്യത്തിൽ നിങ്ങൾ ഈ കുട്ടികൾ എന്താകണമെന്ന് നിങ്ങൾ തീരുമാനിക്കണം. എങ്ങനെ ആയിരിക്കണം ഈ കുട്ടികളെന്ന് നിങ്ങൾ മനസ്സുകൊണ്ട് ആദ്യം ഒരു തീരുമാനമെടുക്കണം. ഞാൻ മനസ്സിലാക്കുന്നത് നിങ്ങൾ ഈ കുട്ടികളെയൊക്കെ മറ്റുള്ള കുട്ടികളുമായി താരതമ്യപ്പെടുത്തുന്നു, അല്ലെങ്കിൽ കമ്പാരിസൺ നടത്തുന്നു എന്നുള്ളതാണ്. അതും ഒരിക്കലും ചെയ്തുകൂടാ. നിങ്ങൾ കുട്ടികളോട് പറയേണ്ടത്, നീ എത്ര മനോഹരമായിരിക്കുന്നു, നീ സ്കൂളിൽ ഇന്ന് പാടിയ പാട്ട് എത്ര രസമാണ്, നിന്റെ പുസ്തകം എത്ര രസമാണ്. ഓരോന്നിനും നിങ്ങൾ കുട്ടികളെ കുറ്റപ്പെടുത്തുന്നതിന് പകരം കുട്ടികളെ അഭിനന്ദിക്കുവാനും അനുമോദിക്കുവാനും നിങ്ങൾ തയ്യാറാണ്. ഞാനൊരു ചെറിയ ഉദാഹരണം പറയാം. എല്ലാം എൻ്റെ മുമ്പിലുള്ള ഉമ്മമാരോട്, പേരൻസിനോട്, കാരണം നേരത്തെ കന്നഡയിൽ പ്രസംഗിച്ചതാണ്, അതുകൊണ്ട് ഞാൻ മലയാളത്തിൽ പ്രസംഗിക്കാൻ വിചാരിക്കുകയാണ്. കാരണം കന്നഡ എനിക്ക് നന്നായിട്ട് അറിയാം, എഴുതാനും വായിക്കാനും പ്രസംഗിക്കാനും. ലോകത്ത് അറിയപ്പെടുന്ന ഒരു ശാസ്ത്രജ്ഞൻ ഉണ്ടായിട്ടുണ്ട്, തോമസ് ആൽവ എഡിസൺ. ഈ കാണുന്ന ബൾബ്, ട്യൂബ് ലൈറ്റുകളൊക്കെ കണ്ടുപിടിച്ചത് തോമസ് ആൽവ എഡിസൺ ആയിരുന്നു. ആ തോമസ് ആൽവ എഡിസൺ 8ാം ക്ലാസ്സിൽ എത്തുമ്പോഴേക്കും 5 or 6 സ്കൂളിൽ അദ്ദേഹത്തിന് അഡ്മിഷൻ വാങ്ങേണ്ടി വന്നിട്ടുണ്ട്. കാരണം ഏറ്റവും അച്ചടക്കമില്ലാത്ത ഒരു കുട്ടിയായിരുന്നു തോമസ് ആൽവ എഡിസൺ. അവസാനത്തെ സ്കൂളിൽ നിന്ന് പ്രിൻസിപ്പൽ തോമസ് ആൽവ എഡിസന്റെ കയ്യിൽ ലെറ്റർ കൊടുക്കുന്നു സ്വന്തം മാതാവിന്. ആ കത്തിൽ എഴുതിയത്, ഈ കുട്ടിയെ ഈ സ്കൂളിൽ പഠനം തുടരാൻ ആരംഭിച്ചാൽ തീർച്ചയായിട്ടും മറ്റുള്ള കുട്ടികൾ ചിന്തയാകും, നാളെ മുതൽ ഈ കുട്ടിയെ സ്കൂളിൽ കയറ്റാൻ ഞങ്ങൾ തയ്യാറല്ല, നാളെ തന്നെ TC വാങ്ങി കൊണ്ടുപോകണം. തോമസ് ആൽവ എഡിസനോട് പ്രിൻസിപ്പൽ പറഞ്ഞു, ഈ കത്ത് പൊട്ടിക്കാൻ പാടില്ല, അമ്മയുടെ കയ്യിൽ നേരിട്ട് കൊടുക്കണം. ഇതൊരു സർപ്രൈസാണ്, സസ്പെൻസാണ്. ഒന്നും പറഞ്ഞത് കേൾക്കാത്ത തോമസ് ആൽവ എഡിസൺ ഇത് മാത്രം പാലിച്ചു. കത്ത് പൊട്ടിക്കാതെ സ്വന്തം ഉമ്മയുടെ കയ്യിൽ കൊടുത്തു, അല്ലെങ്കിൽ മമ്മിയുടെ കയ്യിൽ കൊടുത്തു, അല്ലെങ്കിൽ അമ്മയുടെ കയ്യിൽ കൊടുത്തു. എന്റെ മലയാളം മനസ്സിലാകുന്നില്ല. അപ്പോ അതുകൊണ്ട് ഞാൻ രക്ഷിതാക്കളോട് ഇത്രയേറെ പറയുന്നത്, നിങ്ങൾക്ക് ഒരു കുട്ടിയിലുള്ള റോൾ എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അങ്ങനെ കത്ത് പൊട്ടിച്ച് തോമസ് ആൽവ എഡിസന്റെ മാതാവ് ഉമ്മ വായിച്ചു നോക്കിയപ്പോൾ ഉള്ളത്, ഈ കുട്ടി എത്രയും പെട്ടെന്ന് നാളെ തന്നെ TC വാങ്ങി മറ്റു സ്കൂളിൽ ചേർക്കണമെന്നുള്ളതായിരുന്നു. അങ്ങനെ ഈ വായിച്ചപ്പോൾ തോമസ് ആൽവ എഡിസന്റെ മാതാവിന്റെ മുഖത്ത് വല്ലാത്തൊരു ആശങ്കയുണ്ടായി. തോമസ് ആൽവ എഡിസൺ ചോദിച്ചു, അല്ല ഉമ്മ, അല്ലെങ്കിൽ അല്ല മമ്മി, എന്താണ് ഈ കത്തിലുള്ളത്? അപ്പോൾ പറഞ്ഞു, നിന്നെ പോലെ കഴിവുള്ള കുട്ടി പഠിക്കാനുള്ള സ്കൂളിലല്ല, ഏറ്റവും നല്ല സ്കൂളിലാണ് ഈ കുട്ടിയെ ചേർക്കേണ്ടത്. ഈ കുട്ടിക്ക് പഠനത്തിൽ മാത്രമല്ല മറ്റുള്ള ഒരുപാട് കഴിവുള്ള കുട്ടിയാണെന്നാണ് ഉമ്മ പറഞ്ഞത്. ശരിക്കും ആ കത്തിലുണ്ടായിരുന്നത് നാളെ മുതൽ ക്ലാസ്സിൽ കയറ്റില്ല, TC കൊണ്ടുപോകണമെന്നായിരുന്നു. തോമസ് ആൽവ എഡിസന്റെ മമ്മി പറഞ്ഞു, മോനെ തോമസ്, നിനക്ക് എൻ്റെ സിസ്റ്ററുടെ അളമയുടെ സ്കൂളിലേക്ക് അഡ്മിഷൻ വാങ്ങിത്തരാം, അവിടെ പോയിക്കോ, നമുക്ക് അവിടെ പഠിക്കാം, നല്ല സ്കൂളല്ലേ. അങ്ങനെ തോമസ് ആൽവ എഡിസന്റെ ബുദ്ധിമതിയായ, പക്വമതിയായ, പണ്ഡിതയായ ഉമ്മ അല്ലെങ്കിൽ മമ്മി സ്വന്തം അഞ്ചത്തിയുടെ സ്കൂളിൽ ചേർക്കുകയും പിന്നീട് പഠിച്ച് പാസ്സായി ലോകത്ത് അറിയപ്പെടുന്ന ഏറ്റവും വലിയ ശാസ്ത്രജ്ഞനായി മാറുകയും ലോകത്ത് ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ നടത്തിയ തോമസ് ആൽവ എഡിസൺ പഠിച്ച് വലുതായി ലോകത്ത് തന്നെ അറിയപ്പെടുന്ന ശാസ്ത്രജ്ഞൻ മാത്രമല്ല, 5ാമത്തെ ശാസ്ത്രജ്ഞനാണ് ലോകത്തിൽ തോമസ് ആൽവ എഡിസൺ. തീരുമാനം കൊണ്ട് ലോകത്തിന് ഒരു ശാസ്ത്രജ്ഞനെ ലഭിച്ചു. ഒരു പക്ഷേ നമ്മളാണെങ്കിൽ ചെയ്യുന്നത്, നേരെ ബോംബെക്ക് പോയിക്കോ, ഹോട്ടൽ പണിയെടുത്തോ, സ്കൂളിൽ പോണ്ട എന്ന് പറയുമായിരുന്നു. അതുകൊണ്ട് ഉമ്മമാരെ, ഈ കാണുന്ന കുട്ടികളുടെ ഭാവി നിങ്ങളുടെ കയ്യിൽ സുരക്ഷിതമായിരിക്കണം. നിങ്ങളാണ് ഈ കുട്ടിയെ നിങ്ങൾക്ക് ചിരിയാക്കാൻ പറ്റും, നന്നാക്കാനും പറ്റും. ഈ കുട്ടികളുടെ നരകവും നിങ്ങളാണ്
ഈ കുട്ടികളുടെ സ്വർഗവും നിങ്ങളാണ്. ഈ കുട്ടികൾക്ക് നിങ്ങൾ ഏത് കൊടുക്കണമെന്ന് നിങ്ങൾ തീരുമാനിക്കണം. ഈ കുട്ടികൾ നേരത്തെ ഞാൻ മോനിയെ കുറിച്ച് പറഞ്ഞല്ലോ, അയക്കുന്നാൾ സ്വാധീനമില്ലാത്തൊരു മനുഷ്യൻ. അദ്ദേഹം എഴുതിയ പുസ്തകങ്ങൾ വായിച്ചാൽ വിജ്ഞാനങ്ങളുടെ പ്രവാഹങ്ങളുടെ ഒരു പ്രവാഹം തന്നെയാണ് മോനി. 100-ലധികം ഏക്കർ സ്ഥലത്താണ് അദ്ദേഹം കൃഷി, സ്വന്തം ഓൺ ഫോം അദ്ദേഹത്തിനുണ്ട്. എല്ലാ സ്പോർട്സ് വാഹനങ്ങളും ഓടിക്കുന്നുണ്ട്. ആ മോനിയെയും സംരക്ഷിച്ചത്, വളർത്തിയത്, പഠിപ്പിച്ചത്, വലുതാക്കിയത് നിങ്ങളെപ്പോലെയുള്ള ഉമ്മമാരാണ്. എന്തുകൊണ്ട് ഒരു മോനിയുടെ ഉമ്മ നിങ്ങൾക്കാവാൻ സാധിക്കുന്നില്ല? എന്തുകൊണ്ട് തോമസ് ആൽവാ എഡിസനെ പോലുള്ള ഒരു ഉമ്മയെ പോലെ നിങ്ങൾക്കാവാൻ സാധിക്കുന്നില്ല? നിങ്ങൾ നിരാശപ്പെടേണ്ടതില്ല. ഈ കുട്ടികൾ എന്ന് പറയുന്നത് നിങ്ങൾ വിചാരിക്കേണ്ട, ഇത് നിങ്ങളുടെ മാത്രം കുട്ടികളല്ല. ഈ നാട്ടിലെ ജനപ്രതിനിധികളുടെ കുട്ടികളാണ്, സർക്കാരിന്റെ കുട്ടികളാണ്, ഞങ്ങളുടെയും കുട്ടികളാണ്. നിങ്ങൾക്ക് എന്ത് പ്രയാസം വന്നാലും ഞങ്ങളെ സമീപിച്ചാൽ ഞങ്ങൾക്ക് കഴിയുന്ന സഹായം തീർച്ചയായിട്ടും എല്ലാ രീതിയിലും ഉണ്ടാവും. നിങ്ങളോടൊപ്പം തീർച്ചയായിട്ടും നിങ്ങളുടെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിലൊക്കെയും ഉണ്ടാവും. എൻ്റെ മനസ്സ് കഴിഞ്ഞ ഒരു വർഷമായി ഞാൻ ചിന്തിച്ചതായിരുന്നു, ഇവിടെ ഇത്തരം ബഡ്സ് സ്കൂളുകളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഈ വിദ്യാഭ്യാസം കഴിഞ്ഞ് ഹയർ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് ഒരു സ്ഥാപനം തുടങ്ങണമെന്ന്. അങ്ങനെ അതിനൊരു സ്ഥലം കണ്ടെത്തുകയും അതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ പ്രോജക്റ്റ് റിപ്പോർട്ടും മറ്റൊക്കെ തയ്യാറാക്കി മുമ്പോട്ട് പോയിരുന്നെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അള്ളാഹുവിന്റെ തീരുമാനം എന്തോ നടക്കാതെ പോയി എന്നതിൽ ഞാൻ ഇവിടെ ഇരിക്കുമ്പോൾ ദുഃഖിക്കുകയായിരുന്നു. പക്ഷെ ആ സ്ഥലം പിന്നീട് ലഭിക്കാതെ വന്നപ്പോൾ ആ പ്രോജക്റ്റ് ഒഴിവാക്കേണ്ടതായി വന്നു. ഞാൻ അവിടെ ഉപേക്ഷിച്ചത് ഈ രക്ഷിതാക്കൾക്കും കൂടി ഒരു ജോലി, ഇങ്ങനെയുള്ള കുട്ടികളുടെ രക്ഷിതാക്കൾക്ക്, സാമ്പത്തികമായി കഴിവില്ലാത്ത രക്ഷിതാക്കൾക്ക് ഒരു സ്വയം തൊഴിൽ കൂടി നൽകുന്ന ഒരു സ്ഥാപനം ഇതോടൊപ്പം ചേർത്ത് വെച്ചുകൊണ്ട് ഈ കുട്ടികൾക്ക് വേണ്ട വിദ്യാഭ്യാസം, നല്ല ക്വാളിറ്റി എഡ്യൂക്കേഷൻ നൽകിക്കൊണ്ട് അതോടൊപ്പം തന്നെ ഒരു ചാരിറ്റി ഹോസ്പിറ്റൽ ഈ കുട്ടികൾക്ക് വേണ്ട ചികിത്സ കംപ്ലീറ്റ് ഫ്രീ ആക്കിക്കൊണ്ട് മറ്റുള്ള പാവപ്പെട്ട ആളുകൾക്കും എല്ലാവർക്കും നേരെ പകുതി പൈസക്ക് ചികിത്സയും മറ്റൊരു സംവിധാനവും മരുന്നുകളൊക്കെ ഉണ്ടാക്കുന്ന വലിയൊരു സംവിധാനം ഉണ്ടാക്കണമെന്ന് ആഗ്രഹിക്കുകയും അതിനുവേണ്ടി ഒരുപാട് പണിയെടുക്കുകയൊക്കെ ചെയ്തിരുന്നു. ജൂലൈ 7-ാം തീയതി അതിന്റെ തറക്കല്ലുകളുടെ നിശ്ചയിക്കുകയും ഗസ്റ്റുകളൊക്കെ ക്ഷണിച്ചിരുന്നു. നേരത്തെ പറഞ്ഞതുപോലെ എന്തോ അത് സംഭവിച്ചില്ല. പക്ഷെ അത് സംഭവിക്കാത്തത് നേരത്തെ അതിന് ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നുവെങ്കിൽ, അങ്ങനെ നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ അതിനെക്കുറിച്ച് വേറെ രീതിയിൽ ചിന്തിക്കാൻ സാധിക്കുമായിരുന്നു. പിന്നീട് ആ പ്രോജക്റ്റ് എനിക്ക് ചെയ്യാൻ പറ്റാതെ വന്നു. തീർച്ചയായിട്ടും എൻ്റെ ജീവിതത്തിൻ്റെ പരിശ്രമത്തിൽ എൻ്റെ ഒരു സ്വപ്ന പദ്ധതിയാണത്. തീർച്ചയായിട്ടും ചിലപ്പോൾ ഈ വർഷം സാധിച്ചില്ലെങ്കിൽ ഇനിയുള്ള കാലങ്ങളിൽ, ഇനിയുള്ള വർഷങ്ങളിൽ എനിക്ക് ആരോഗ്യവും ആയുസ്സും സാമ്പത്തികമായ അവസ്ഥയും ഉണ്ടായാൽ തീർച്ചയായിട്ടും എൻ്റെ ജീവിതത്തിൻ്റെ ഒരു പ്രധാന ലക്ഷ്യമാണ് ഇങ്ങനെയുള്ള ഒരു സംവിധാനം. തീർച്ചയായിട്ടും ഞാനത് ചെയ്യാൻ പ്രതിജ്ഞാബദ്ധവുമാണ്. ആരെ സഹായിച്ചില്ലെങ്കിലും, ആരെ കൂടെ നിന്നില്ലെങ്കിലും, ഈ ലോകത്തെ പടച്ച, എന്നെ പടച്ച, നിങ്ങളെ പടച്ച, എന്റെ മക്കളെ സൃഷ്ടിച്ച, ഈ കുട്ടികളെ സൃഷ്ടിച്ച പടച്ച തമ്പുരാന്റെ സഹായം മാത്രം മതി എന്ന് മനസ്സുകൊണ്ട് വിചാരിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും അങ്ങനെ ഒരു പദ്ധതി എന്റെ ജീവിതത്തിന്റെ ഒരു സ്വപ്നമാണ്. തീർച്ചയായിട്ടും ആ സ്വപ്നം ഭൂമണിയുവാൻ വേണ്ടി, സാക്ഷാത്കരിക്കുവാൻ വേണ്ടി നിങ്ങളൊക്കെ പ്രാർത്ഥിക്കുക. ഇതുകൊണ്ടൊന്നും ഏതെങ്കിലും ഞാനൊരു പൊതുപ്രവർത്തകനാണ്, രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധിയാണ്, ഏതെങ്കിലും രാഷ്ട്രീയ ലാഭത്തിനോ വ്യക്തി താല്പര്യത്തിന് വേണ്ടി ഒന്നും ചെയ്യുന്നതല്ല. ഈ സമൂഹത്തിലെ ഈ കുട്ടികൾക്ക് എന്നാൽ കഴിയുന്ന ഒരു സഹായം അല്ലെങ്കിൽ അവരെ ഒന്ന് ചേർത്ത് പിടിക്കാൻ, അവരെ കൂടെ കൂട്ടുവാൻ ഒരു ശ്രമം മാത്രമാണ്. തീർച്ചയായിട്ടും വളരെയേറെ മനസ്സിന്റെ ശുദ്ധിയോടുകൂടിയുള്ള എൻ്റെ സ്വപ്നവും എൻ്റെ പ്രവർത്തനവുമായതുകൊണ്ട് അള്ളാഹു അതിനെ സഹായിക്കും, അള്ളാഹു അതിനെ എത്തിച്ചു തരും എന്ന് ഞാൻ ഈ നിമിഷവും വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങൾ പ്രാർത്ഥിക്കുക. മറ്റൊരു കാര്യം, നിങ്ങൾ കുട്ടികൾക്ക്, നിങ്ങൾ ഈ കുട്ടികളെ സ്കൂളിൽ വിടുമ്പോഴും സ്കൂളിൽ തിരിച്ചു വരുമ്പോഴും നമ്മൾ ഇത്രയേറെ ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എനിക്ക് 2 കാലുണ്ട്, കൈയുണ്ട്, കണ്ണുണ്ട്, ചെവിയുണ്ട്.
ഒരു ആക്സിഡന്റ് സംഭവിച്ചാൽ എൻ്റെ കണ്ണിന് കാഴ്ച പോകാൻ കൂടുതൽ സമയം വേണ്ട. എനിക്ക് നല്ല കാലിന് നടക്കാൻ പറ്റുന്നുണ്ട്. തടി കുറച്ച് കൂടുതൽ ഉണ്ടായാൽ ഒരു ആക്സിഡന്റ് സംഭവിച്ചാൽ ഈ രണ്ട് കാലുകൾക്ക് ചലനശേഷി നഷ്ടപ്പെടുവാൻ കൂടുതൽ സമയം വേണ്ട. അതുകൊണ്ട് എല്ലാം തീരുമാനിക്കുന്ന സർവശക്തൻ, എന്നെ പടച്ചതും നിങ്ങളെ പടച്ചതും ഈ കുട്ടികളെ പടച്ചതും ലോകത്തിനെ പടച്ച സർവശക്തൻ എല്ലാം അല്ലാഹുവിന്റെ മക്കളാണ്. നിങ്ങൾ എന്നെ കുറിച്ച് മധു പറയുവാനോ എന്നെ പുകഴ്ത്തുവാനോ അല്ല നിങ്ങൾ ശ്രമിക്കേണ്ടത്, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഞാൻ ഇവിടെ പ്രസംഗിക്കുന്നുണ്ടെങ്കിൽ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ, എൻ്റെ വന്യമാതാവ് എന്നെ പഠിപ്പിക്കുവാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഞാൻ വലിയ സമ്പന്നമായ ഒരു കുടുംബത്തിൽ ജനിച്ച ഒരാളല്ല. പക്ഷേ എൻ്റെ മാതാവ് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് എനിക്ക് പഠിക്കാൻ സാധിച്ചത്. അത് മാത്രമല്ല, ഞാൻ പൊതുപ്രവർത്തനത്തിൽ വന്നപ്പോൾ എന്നെ കൈപിടിച്ചുയർത്തിയ സമാദരണീയരായ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ സമാദരണീയരായ നേതാക്കൾ, ഇന്ത്യയിലെ ന്യൂനപക്ഷ സംരക്ഷണത്തിന്റെ ധ്വജവാഹകരായ പാണക്കാട് സാദാത്യങ്ങൾ, അതേപോലെ ഒരുപാട് സാദാത്യങ്ങൾ പണ്ഡിതന്മാർ എന്നെ ഇരുത്തി എത്രയോ ഉയരത്തിലെത്തിയപ്പോ എന്നെ കൊണ്ട് പ്രസംഗിപ്പിച്ചിരുന്ന ഈ ഇന്ത്യ രാജ്യത്ത് പ്രസംഗിച്ചുകൊണ്ട് വലിയ സമൂഹത്തെ അമ്മാനമാടിയിരുന്ന വലിയ പണ്ഡിതനും ജനപ്രതിനിധിയും നേതാവുമായിരുന്ന ലക്ഷോപലക്ഷം ശ്രോതാക്കൾ ഒരു വാക്കുകൾ കൊണ്ട് കാത്തിരുന്ന വ്യക്തി ജീവിതത്തിൽ വിശുദ്ധിയും പൊതുപ്രവർത്തനത്തിൽ ആത്മാർത്ഥതയും ഞങ്ങളൊക്കെ പൊതുപ്രവർത്തനത്തിൽ സജീവമായി നിലനിൽക്കുവാൻ ഞങ്ങളെയൊക്കെ പ്രേരിപ്പിച്ച മഹാനായ നാട്ടികവി മൂസ മുസ്ലിയാർ. ഞാൻ ആദ്യമായി എന്റെ ജീവിതത്തിൽ ഒരു ബഡ്സ് സ്കൂൾ സന്ദർശിക്കുന്നത് അദ്ദേഹം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായ മേലാറ്റിൽ വെച്ചായിരുന്നു. അന്ന് അദ്ദേഹത്തെ ഇൻസൾട്ട് ചെയ്തപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഈ പറയുന്ന എന്നെയും നിങ്ങളെയും ഈ കുട്ടികളെ പോലാക്കാൻ അധിക സമയം വേണ്ടിവരില്ല എന്നൊരാളോട് പറഞ്ഞത് ഓർക്കുന്നു. അദ്ദേഹം പറയാറുണ്ട്, ഞാൻ എന്ത് തിരക്കുണ്ടായാലും നാട്ടിലുണ്ടായാൽ രാവിലെ വരുന്നത് ഈ ബഡ്സ് സ്കൂളിലേക്കാണ്. ഇവർക്ക് എന്റെ കയ്യിലുള്ളത്, അന്ന് അദ്ദേഹം ഇത്ര വലിയ നേതാവായിട്ട് സ്വന്തം വീട് പോലും ഇല്ലാത്ത നേതാവായിരുന്നു. അദ്ദേഹം ആണ് ഞങ്ങളുടെയൊക്കെ റോൾ മോഡൽ എന്ന് പറയുന്നത്. പൊതുപ്രവർത്തനത്തിൽ ഞങ്ങളുടെ റോൾ മോഡൽ അദ്ദേഹം. അങ്ങനെയുള്ള ആളുകൾ വളർത്തിക്കൊണ്ട് വന്നതുകൊണ്ടാണ് എൻ്റെ കയ്യിൽ വലിയ സാമ്പത്തിക ശേഷിയില്ല എന്നിട്ട് പോലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ എന്നെ പ്രേരിപ്പിക്കുന്നതും എനിക്ക് പ്രചോദനം നൽകുന്നതും. തീർച്ചയായിട്ടും രക്ഷിതാക്കളെ, നിങ്ങൾ ഒരു കാരണവശാലും വിഷമിക്കുകയോ പ്രയാസപ്പെടേണ്ടതില്ല. അധ്യാപകരും ജനപ്രതിനിധികളും നിങ്ങളോടൊപ്പമുണ്ട്. നിങ്ങളുടെ കുട്ടികൾ എന്ന് മാത്രമല്ല, ഇത് ഞങ്ങളുടെ കുട്ടികളാണ്. ഈ കുട്ടികൾക്ക് ഒരു പ്രയാസവസ്ഥ ഞങ്ങൾക്ക് കഴിയുന്ന കാലത്തോളം ഉണ്ടാവില്ല എന്ന് സൂചിപ്പിക്കുന്നതോടൊപ്പം ഈ സ്കൂളിലേക്ക് ബസ് യാത്രയ്ക്ക് ബുദ്ധിമുട്ടുണ്ട്, റോഡിന്റെ പ്രശ്നമൊക്കെ പറഞ്ഞിരുന്നു. അതിന്റെ എസ്റ്റിമേറ്റ് തരാൻ പറഞ്ഞിരുന്നു. തീർച്ചയായിട്ടും അങ്ങനെ അതിന്റെ എസ്റ്റിമേറ്റ് കിട്ടിയാൽ ഉടനെ തന്നെ ആ റോഡ് വർക്ക് ചെയ്തു തരുന്നതായിരിക്കും. മാസത്തിൽ ഒരു ഭക്ഷണം തീർച്ചയായിട്ടും ഞങ്ങളുടെ വക ഈ സ്കൂളിൽ ഉണ്ടാവും. എല്ലാ മാസവും ഒരു ഭക്ഷണം. കുട്ടികൾക്ക് നോൺ വെജ് ആണ് ഇഷ്ടമെന്ന് പറയുന്നു, നോൺ വെജ് തന്നെ എല്ലാ മാസവും ഒരു ഭക്ഷണം കൂടി ഉണ്ടാവും. അതോടൊപ്പം ഏതെങ്കിലും കുട്ടികൾക്ക് പുസ്തകം വാങ്ങാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, മറിയമ്പി എന്ന് പറയുന്ന ഈ സ്കൂളിന്റെ പ്രിൻസിപ്പൽ ഒരു രാത്രി 8 മണിക്ക് ഒരു ദിവസം എൻ്റെ വീട്ടിൽ ഒരു 10 വർഷങ്ങൾക്ക് മുമ്പ് വന്നത് ഒരു ബി.എഡിന് സീറ്റ് വേണമെന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെ ബി.എഡിന് സീറ്റ് അന്ന് ഞാൻ അതിനു മുമ്പ് ആ സ്ഥാപനത്തിലേക്ക് വേറെ ആളുകൾക്ക് വേണ്ടി ബി.എഡിന് സീറ്റ് വിളിച്ച് പറഞ്ഞതുകൊണ്ട് എങ്ങനെ പറയും എന്നൊരു പ്രയാസം ഉണ്ടാകുമ്പോൾ ആയിഷ അന്ന് പഞ്ചായത്ത് മെമ്പറാണ്, അവരെ കൂടി വന്നപ്പോൾ എങ്ങനെയെങ്കിലും ഈ കുട്ടിക്ക് സീറ്റ് വാങ്ങിക്കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ വളരെ പ്രയാസപ്പെട്ട് അന്ന് ഫീസ് ഡൊണേഷൻ ഇല്ലാതെ സീറ്റ് വാങ്ങിക്കൊടുക്കുകയും പിന്നീട് അവർ ബി.എഡിന് പഠിക്കുന്നതായിട്ട് എനിക്ക് അറിയാമെങ്കിലും പിന്നീട് ഞാൻ അവരെ കണ്ടില്ലായിരുന്നു. ഒരു ദിവസം എൻ്റെ മകൻ്റെ ബർത്ത്ഡേ എനിക്ക് കുറച്ച് സ്ഥാപനങ്ങളിലെ കുട്ടികൾക്ക് ചോക്ലേറ്റ് കൊടുക്കണമെന്ന് തോന്നിയപ്പോൾ ഇവിടെ വരികയും എനിക്ക് ഇവരെ പരിചയമില്ലായിരുന്നു. ഇവരാണ് പറഞ്ഞത്, സാർ നിങ്ങളാണ് എനിക്ക് ബി.എഡിന് സീറ്റ് വാങ്ങി തന്നത്, ഞാനിപ്പോൾ ഇവിടുത്തെ പ്രിൻസിപ്പാൾ. ഇതൊക്കെയാണ് ഞങ്ങളുടെ ജീവിതത്തിലെ സന്തോഷം. കൂടുതൽ കച്ചവടത്തിൽ ലാഭം ഉണ്ടാകുമ്പോഴല്ല, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ലഭിക്കുമ്പോഴല്ല, ഇങ്ങനെ പഠിപ്പിച്ച് ജനങ്ങളുടെ കുട്ടികൾ
നിങ്ങളെ കൊണ്ട് ഞങ്ങൾ പഠിച്ചു, നിങ്ങൾ അങ്ങനെയൊക്കെ പറയുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം, ആ സന്തോഷത്തിന് വില ലോകത്ത് മറ്റൊന്നിനുമില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. തീർച്ചയായിട്ടും രക്ഷിതാക്കളെയും വിദ്യാർത്ഥികളെയും അധ്യാപകന്മാരെയും ജനപ്രതിനിധികളെയും മുക്തകണ്ഠം അഭിനന്ദിക്കുകയും പ്രശംസിക്കുകയും ചെയ്യുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. നിങ്ങൾക്ക് തന്നെ ചെയ്യുവാൻ